ചെറുതായിട്ട് അടി കിട്ടും. തല ഫുള്ളില്ലേ? തല ഫുള്ളുണ്ട്. പാൻറ് കാണുന്നുണ്ടോ? പാൻറ് കുറച്ച്. അല്ലേ? ഹലോ നമസ്കാരം, ഞാൻ ഷബീബ്. എല്ലാവർക്കും ഷബീബ് ബ്രോ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇവിടെ ഖത്തറിൽ എക്സ്പോ നടക്കുന്നുണ്ട്. നമ്മളെ വേൾഡ് കപ്പ്, ഏഷ്യൻ കപ്പൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ എക്സ്പോ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എക്സ്പോ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. നമ്മളൊരു 5 മണിക്കായാലും ഇവിടെ എത്തണം. പകലുള്ള കാഴ്ചകളും കാണണം, രാത്രിക്കുള്ളതും കാണണം. പകല് നമ്മൾ ഈ പൂക്കളുകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ പകലെത്തണം. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് വൈകിപ്പോയി. എന്നാലും കുഴപ്പമില്ല, നമുക്ക് എല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് കണ്ടുവരാം. ഓക്കെ, കമോൺ. ചുറ്റിക്കറങ്ങി കാണാം. ഇത് ചൈനയാണ്. കറങ്ങിയിട്ട് ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ തിരഞ്ഞെടുക്കാം. ഞങ്ങൾക്ക് ഇത് എവിടെയുള്ളതെന്ന് വെച്ചാൽ സ്ക്രീനിൽ കാണാം. ടച്ച് ചെയ്താൽ ആ സ്ഥലത്തുള്ളതൊക്കെ നമുക്ക് സ്ക്രീനിൽ കാണാം. ശരിക്കും മരുഭൂമിയിൽ വന്ന മാതിരി. സോളാർ അപ്പോൾ നമ്മളിനി കാണാൻ പോകുന്നത് ജപ്പാൻ്റെ പവലിയനാണ്. അപ്പോൾ നമുക്ക് നേരെ അകത്തോട്ട് കാണാം. നമ്മൾ ക്യാഷ് പേ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ യാത്ര ചെയ്യാനും അവസരമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിഞ്ഞുള്ളത് തുർക്കിൻ്റെ പവലിയനിലാണ്. അവരെ പഴയകാല ആയുധങ്ങളാണ്. ആയുധങ്ങൾ പറഞ്ഞാൽ നമ്മൾ കൃഷിക്ക് ഉപയോഗിക്കണ നമ്മളെ നാട്ടിലൊക്കെ ഉള്ള കൈക്കോട്ടുണ്ടല്ലോ, കൈക്കോട്ട്, ഇതൊക്കെ നമുക്ക് കണ്ടാലറിയാം. പഴയ ആൾക്കാരൊക്കെ കണ്ടാലറിയാം. നമ്മളെ നാട്ടിലുള്ള തന്നെയാണ്. നമ്മളെ ബബ്ലൂസ് ഉണ്ടല്ലോ, ബബ്ലൂസ് നാരങ്ങ, ഇതൊക്കെ ആർട്ടിഫിഷ്യലാണ്, ഒറിജിനലല്ല. നമുക്ക് അടുത്ത കാണാം. ഇതിങ്ങനെ ഒരു കായാണ്. അതെന്താണെന്ന് പറഞ്ഞു തരാൻ എനിക്കും അറിയില്ല. ഇതൊക്കെ ആർട്ടിഫിഷ്യലാണ്. നമുക്ക് അറിയണമൊക്കെ നോക്കാം. ഇവിടെ ഉണ്ട്. ഇതൊക്കെ ഇങ്ങനെ നെല്ല് മുളച്ചു വന്ന മാതിരത്തെ ഒരു സംഭവമാണ്. നെല്ലിൻ്റെ മണ്ണ് വന്നിരിക്കുന്നത്, അതൊക്കെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് നോക്കാം. ഇതും അതേമാതിരി അങ്ങനെ ഒരു കായാണ്. ഇതെന്താണെന്ന് നമുക്കൊരു എടുത്തല്ല, ഒരു വലിയൊരു വലുതാവുന്നൊരു സൈസ് കായാണ്. അതേമാതിരി ഇപ്പുറത്ത് നമ്മളെ നാട്ടിലുണ്ടല്ലോ, ഒക്കെ പണ്ടിരിക്കുന്നു. നമ്മളെ നാട്ടിലുണ്ടല്ലോ നമ്മളെ പഞ്ഞി, അതായത് പഞ്ഞി ഉണ്ടാകുന്ന കായ, അത് ഉണങ്ങിയിട്ട് പൊട്ടി പഞ്ഞി പിരിഞ്ഞ് വെക്കില്ലേ, അതാണിത്. അപ്പോൾ ഇവിടെ നാട്ടിലിത് വേറെ രീതിയിലാണ്. നമുക്കത് ഒരു നീണ്ട സൈസ് കായ ഉണ്ടല്ലോ, ആ പഞ്ഞിക്കായ. പിന്നെ അടുത്ത ഇതെന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാനറിയില്ല. അതേപോലെ നമുക്കിത് അപ്പുറത്തുണ്ട് സൂര്യകാന്തി. ഇതൊക്കെ അവർ നാട്ടിൽ കൃഷി ചെയ്യണമായിരിക്കും, അതാണ് സൂര്യകാന്തിയെ കൊടുക്കുന്നത്. ഇതൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. വണ്ട് വന്നിരിക്കുന്നത് സൂര്യകാന്തിയിൽ വണ്ട് വന്നിരിക്കുന്നു. അതൊക്കെ സൂപ്പറായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത സെക്ഷനിലേക്ക് പോവാം.
അതിനുണ്ട് നമ്മൾ ഒട്ടകം പുറത്ത് കയറാൻ പറ്റില്ല കേട്ടോ, ഇതൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതായിരിക്കും അല്ല ഒറിജിനൽ. ഇതിൽ നോക്കിയാൽ നമുക്ക് ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് അറിയാം എല്ലാ പവലിയനും എവിടെയൊക്കെ ഉള്ളതെന്നൊക്കെ. എങ്ങോട്ട് സംഭവം കുറേ ചെറിയ ചെറിയ പൈപ്പുകൾ കൊണ്ട് ചേർത്തുണ്ടാക്കിയൊരു കുതിരയാണ്. ഇത് മാത്രമല്ല, ഇനി അപ്പുറത്തെ നമുക്ക് കാളനെ കാണാം. അതാ ഉയർന്നു നിൽക്കുന്ന കാള. പകല് കാണാൻ സൂപ്പറായിരിക്കും കേട്ടോ. ഒക്കെ ഫുള്ള് നമ്മളെ നാട്ടിലത്തെ ഐറ്റംസുകളാണ് കേട്ടോ, ചെടികൾ. ഇത് നമ്മൾ കണ്ടിട്ടുണ്ട്, എനിക്ക് കറക്റ്റ് പറഞ്ഞു തരാൻ അറിയില്ല. അതേപോലെ നമ്മൾ നാരങ്ങ, അതുപോലെ അവിടെ ഉണ്ട് നമ്മളെ തെങ്ങുണ്ട്, തെങ്ങ്. അതേമാതിരി ഈ സംഭവം നമ്മൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ ചെറുപ്പത്തിലൊക്കെ തോലുരിഞ്ഞ് കളിക്കുന്ന സംഭവം. അതേപോലെ കരിമ്പുണ്ട്, കരിമ്പ് നമ്മുടെ നാട്ടിലെ കരിമ്പ്. ഐറ്റം കേട്ടോ ഫുള്ള്. അതേമാതിരി അടക്കാപ്പഴം, സപ്പോട്ട, നാരങ്ങ എല്ലാ ഐറ്റം. അതുപോലെ നമുക്കിവിടെ വാഴ കാണാൻ കഴിയും. വാഴ എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനത്തെ വാഴ കണ്ടിട്ടില്ലാവുന്നു. ഒരുപാട് ഇലകളൊക്കെ വന്നിട്ടുള്ളൊരു സൈസ് വാഴയാണ് ഇത്. നമുക്ക് സെനഗലിൻ്റെ പവലിയനിലാണ് സംഭവം ഉള്ളത്. നമ്മുടെ നാട്ടിലെ എല്ലാ ഐറ്റംസും ഉണ്ട്, ഇല്ലാത്തതും ഉണ്ട്, ഉള്ളതും ഉണ്ട്. നമുക്ക് അടുത്തത് പോവാം. We'll be here every day, but Sunday from 7 until this. അപ്പോൾ നമ്മൾ അത്യാവശ്യം കാണേണ്ടതുകളൊക്കെ നമ്മൾ കണ്ടു. 127 പവലിയനുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് പകുതി പോലും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നാലും അത്യാവശ്യമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, അത്യാവശ്യം വേണ്ടതൊക്കെ. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു കുറച്ച് നേരത്തെ വരേണ്ട രീതിയിൽ വരാം, കാണേണ്ട രീതിയിൽ. അപ്പോൾ നല്ല കാറ്റാണ്, തണുപ്പ് തുടങ്ങി. മേലൊക്കെ നോക്കിയാലും അറിയാം നല്ല കാറ്റുണ്ട്. അപ്പോൾ നല്ല തണുപ്പാണ്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് കറങ്ങാൻ കഴിയില്ല. അപ്പോൾ ഇനി നമുക്ക് നല്ല നല്ല വീഡിയോസുമായിട്ട് ഇനി വരാം. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറൊക്കെ ചെയ്യുക, മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോസുമായി വീണ്ടും വരുന്നവരെ